അത് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോഴേ എടുത്ത് ബാഗ് വെച്ചാലോ കൊണ്ടുപോടാ. ഇന്നാ ഒരാഴ്ച സമയം. ഇതിന് എന്താന്ന് അറിയണം. എല്ലാവരും ഇത് സ്റ്റാറ്റസ് ഇടുന്നു, തിരികെ കിട്ടണം. എടാ ഗോപാല, നീ കഴിഞ്ഞ ദിവസം നീ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചിരുന്നു, ഈ റാം കെയർ ഓഫ് ആനന്ദി ക്രിഞ്ചാണ്, പൈങ്കിളിയാണ്, വ്യത്യസ്തമായ ചർച്ചകൾ ഉയർന്നെന്ന് ശ്രദ്ധിച്ചിരുന്നു. അത് ക്രിഞ്ചാന്ന് മാത്രമല്ല, ഇത് ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി. അത് ഫേസ്ബുക്കിൽ വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, ചർച്ചകൾ, ഇൻസ്റ്റഗ്രാമുകളിൽ ഭയങ്കര എന്താ പറയാ റീലുകൾ. എനിക്ക് എന്തായാലും നമുക്കൊന്ന് വിശദമായി സംസാരിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? അല്ല, എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഫേസ്ബുക്ക് നോക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഇത് എവിടെ നോക്കിയാലും ഇതിൻ്റെ റീൽസാണുള്ളത്. പിന്നെ മറ്റേ പ്രണയവിലാസ സിനിമയിലെ മ്യൂസിക്കൊക്കെ ഇട്ടുള്ള അടി, ഇത് ഭയങ്കരമായി വായിക്കപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനും അർജുനോടെ കഴിഞ്ഞ ദിവസം DC പുസ്തകം മേടിക്കാൻ വേണ്ടി പോയി. ഞങ്ങളവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂറുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 4 പേര് വന്നു ഈ പുസ്തകം തിരക്കി. അവിടെ 30 കോപ്പി രാവിലെ ഉണ്ടായിരുന്നു. 5 മണിയായപ്പോൾ തീർന്ന്. ചൊവ്വാഴ്ച വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അഖിൽ പി ധർമ്മ ചാനലോ റൈറ്റർ ആദ്യ പുസ്തകം ഓജോ ബോർഡ് എഴുതുന്നു, തലയിൽ കൊണ്ടു നടന്ന് വിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും 30-ാം പതിപ്പിൽ തന്നെ 3-ാം പുസ്തകം ഇറക്കി ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു റൈറ്ററാണ്. അതിൽ ഈ ക്രിഞ്ച് ആ വാക്ക് നമ്മൾ സംസാരിച്ചു. ക്രിഞ്ച്, പൈങ്കിളി, ഈ 2 വാക്കുകളാണ് പ്രധാനമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ചർച്ചകൾ, വിവാദങ്ങൾ, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ മറുവശത്ത് ഒരുപാടധികം പെൺകുട്ടികൾ അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള പുരുഷന്മാർ, മറ്റ് പല പ്രായഭേദമന്യേ ക്യാരക്ടേഴ്സിനെ, മല്ലി, റാം, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട ക്യാരക്ടേഴ്സ്, അങ്ങനെ 2 തരം ചർച്ചകൾ ഇതിൽ നടക്കുന്നുണ്ട്. ഇത് ക്രിഞ്ചാണെന്ന അഭിപ്രായത്തോട് ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നത്. കാരണം എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ. അല്ല, ക്രിഞ്ച് എന്ന് പറയുന്നത് ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ ഇത് ഫീൽ ചെയ്യുന്നത്. സീരിയസ് വായന, തമാശ വായന എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇതിൽ ബേസ് സൗഹൃദം, പ്രണയം എന്നിവ 2 കാര്യങ്ങളാണ് ഇതിലെ ബേസ്. ഈ 2 കാര്യങ്ങൾ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണ് കണക്ട് ആവുക. ഇത് അത്രയധികം വലിയ ഭാഷാ ചാതുര്യമുള്ള ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യനെ മറ്റൊരു വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പുസ്തകമാണെന്ന് പറയുന്നില്ല. വ്യാകരണ പിശകുകൾ ഇല്ലാത്ത എല്ലാം തികഞ്ഞ പുസ്തകമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു ഇപ്പൊ ഗോപാൽ പറഞ്ഞ മഹത്തായ ഭാഷ, സാഹിത്യമാരെ സൂപ്പർ ഗംഭീരമായിട്ട് എഴുതുന്നവരുണ്ട്. എനിക്ക് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് പറയുന്നില്ല, അത് ഞാൻ വായിച്ചു, പുസ്തകം മേടിച്ച് വായിച്ചു. പക്ഷേ ഈ പുസ്തകം എനിക്ക് മൂവ് ചെയ്ത പോലെ ആ പുസ്തകം മൂവ് ചെയ്തില്ല. ഞാൻ കുറച്ച് സമയം എടുത്തു. ഇതെനിക്കൊരു 4-4.5 മണിക്കൂർ കൊണ്ട് എനിക്കിത് വായിച്ചു തീർക്കാൻ പറ്റി. അതിപ്പോ ആ പോയിന്റിനോട് എനിക്ക് ചേർത്ത് പറയാം. അതായത് ഈ സാഡ് എൻഡുള്ള പ്രണയകഥകൾ, അത് വായിക്കാത്തവർക്ക് അതൊരു പക്ഷേ എന്താ പറയാ ക്ലൈമാക്സ് എന്താന്ന് പറയുന്നത് സിമ്പിളായി പറയാം. വന്ദനം സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാൽ ആ ട്രാഫിക് സിഗ്നലിൽ നിന്ന് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത മലയാളികളില്ല. അത് തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദിൽ വർക്കൗട്ടായ സാധനം. കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം ഹോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണ് അവിടുത്തെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഗോപാലിനെ ആനന്ദി എന്ന കഥാപാത്രത്തിൽ ആനന്ദി ജീവിച്ചിരുന്ന ആളാണെന്ന് തോന്നുന്നു. അല്ല, അത് എഴുത്തുകാരൻ്റെ ഇതിലേക്ക് വിട്ടുവിടും. കാരണം അഖിൽ ചെന്നൈയിൽ പോയിട്ടുണ്ട്, അവിടെ മാസങ്ങളോളം താമസിച്ചെഴുതിയ കഥയാണ്. ഈ ബിനീഷ് ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഉണ്ട്. കൂട്ടുകാരൻ മല്ലി ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലാട്ടോ, ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആനന്ദി ഫിക്ഷണലാണോ അല്ലയോ എന്ന ചോദ്യം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്തരം ഹോണ്ടിങ് കഥകൾ ഇഷ്ടമാണ്. സ്വാഭാവികം. ഞാൻ ആഗ്രഹിക്കുന്ന ആനന്ദ് ജീവിച്ചിരിക്കുന്ന കഥാപാത്രം ആവരുത് എന്നതാണ്. റാം അങ്ങനെ വേദനിച്ച് ജീവിക്കേണ്ട ആളല്ല എന്ന് തോന്നുന്നു. അല്ല, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അല്ല, എന്തുകൊണ്ടായിരിക്കും ഈ പുസ്തകം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത്തരം, അതായത് ഒരു കാറ്റഗറി മനുഷ്യർ ഇങ്ങനെ എഴുതപ്പെടേണ്ടതല്ല, ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇതൊന്നുമല്ല എഴുത്തിന്റെ രീതികൾ, ഇങ്ങനെ എഴുതിയാലൊന്നും വായിക്കപ്പെടേണ്ടതില്ല എന്നൊരു കൃത്യമായ ഒരു ചാപ്പ കുത്തി ഈ പുസ്തകം വായനയിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരാണ്. ഏതൊരു സാഹിത്യ സൃഷ്ടിയായാലും ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട സാധനം. റാം കെയർ ഓഫ് ആനന്ദി വന്നത് കൊണ്ട് മലയാളത്തിലെ വായന അങ്ങ് വലുതായി പോകുമെന്നോ അല്ലെങ്കിൽ ലൈബ്രറികൾ തിങ്ങുന്നോ അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിൽ പോലും കുറേ പേരെങ്കിലും DC ബുക്സിൻ്റെയും മാതൃഭൂമി ബുക്സിൻ്റെയും കറണ്ട് ബുക്സിൻ്റെ ഒക്കെ പടിയിലേക്ക് എത്തിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കും. ഇത് വായിച്ച് തീർന്നിട്ട് ഹോണ്ട് ചെയ്തോ? ഞാൻ ഈ പറയുന്നത് എൻ്റെ കയ്യിൽ 2 വർഷത്തോളം പ്രിയപ്പെട്ട ഒരാൾ സമ്മാനം തന്നൊരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം പിന്നെയും എൻ്റെ കയ്യിൽ കുറേ കാലം ഇരുന്നു. അതിനുശേഷം ഞാൻ
ആ ട്രെൻഡൊക്കെ സെറ്റ് ആവുന്നതിന് മുമ്പ് സാധാരണ പോലെ വായിച്ചു. ഞാൻ അതിനെപ്പറ്റി വിശകലനമൊന്നും നടത്തിയൊന്നുമില്ല. ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക. അതിനുശേഷം ഞാനത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഉള്ളിൽ, അതായത് ആനന്ദിയുടെ യാത്ര, അവസാനത്തെ ചില ആ ഡയറി കുറിപ്പുകളാണ് ഇതിൻ്റെ കാമ്പ്. അതുവരെയും ഒരു സാധാരണ ഒരു പുസ്തകമാണ്. അതിൽ ഞാൻ പിന്നെ സൈഫറിനോട് എനിക്കൊരു ഒരു കാര്യം കൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സിനിമ പോലെ നമുക്ക് അതെ, ഫ്രെയിം ബൈ ഫ്രെയിം, സീൻ ബൈ സീൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ, റാമും മല്ലിയും കൂടി ഇരുന്ന ആ ബെഞ്ച്, ആ എഴുത്ത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മല്ലി റാമിനോട് പറയുന്നുണ്ട്, നിന്റെ പേരിനൊപ്പം ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ. അതുപോലെ തന്നെ ഈ പറയുന്ന വാഗമരത്തിന്റെ ഇടയിൽ കൂടെ ആനന്ദിയും ഈവൻ പാട്ടിയുടെ സ്നേഹം. അതെ, അപ്പൊ അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് സിനിമയാവാൻ പോകുന്നത്. അപ്പൊ മല്ലിയാണോ ആനന്ദിയാണോ കൂടുതൽ ഇഷ്ടം? ആനന്ദി, ഒരു തർക്കമില്ല. കാരണം മല്ലി എന്ന് പറയുന്ന കഥാപാത്രം തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഡെപ്ത് ഉള്ള ക്യാരക്ടർ മല്ലിയുടേതാണ്. കാരണം സർവൈവൽ, അതാണ് അവരുടെ, അതായത് തൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും എതിരെ നിൽക്കുന്ന മനുഷ്യനെ അവർ അധികാരമായി പ്രണയിക്കുന്നുണ്ട്. അതേസമയം തന്നെ താൻ കാരണം ആ മനുഷ്യന്റെ ജീവിതം നശിക്കരുതെന്ന് പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. അതേസമയം തന്നെ ആനന്ദിയോടുള്ള പ്രണയം തുറന്നു പറയാൻ അവർ നിർബന്ധിക്കുന്നുണ്ട്. സോ എല്ലാ തരത്തിലും ബെസ്റ്റ്. അതിന് പോലെ എനിക്കത് നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ ഞാനിതിനകത്ത് അവസാനമായിട്ട് പറയുന്നത്, ഈ പുസ്തകം കൊണ്ട് വായിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വിജയമാണ്, അത് ആ എഴുത്തിൻ്റെ വിജയമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഇത് ക്രിഞ്ചാണ്, വൈങ്കിളിയാണെന്ന് പറയുന്നതിനോട്, അതായത് നാഷണൽ ബ്രാൻഡായ അമൂലിന്റെ ഒരു അഡ്വർടൈസ്മെന്റിന്റെ പരസ്യത്തിന്റെ അത് ഈ റാം കെയർ ഓഫ് ആനന്ദിയുടെ കവർ പേജ് ആണ്. എല്ലായിടത്തും ഇതാണ്. അത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ മനുഷ്യരുടെ മനസ്സിൽ തൊട്ടുവെന്ന് തന്നെയാണ് അതിനർത്ഥം. അത് വിമർശിക്കുക, നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത്. വായനയിലേക്ക് ആൾക്കാർ വരട്ടെ അല്ലേ, ഈ 5 ഇഞ്ച് സ്ക്രീനപ്പുറം വളരട്ടെ. അപ്പൊ അതിന് ഈ അഭിപ്രായ ഭിന്നതകൾ ചർച്ച ചെയ്യപ്പെട്ടെ, ചർച്ചകളുണ്ട്. അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടായാലേ ചർച്ചകൾ ഉണ്ടാവും. ചർച്ചകൾ ഉണ്ടായാലേ അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുള്ളൂ.